നമസ്കാരം. നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഒരു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആവാം എന്നതിനെ കുറിച്ചാണ്. അതിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് ആണ്. തുടരെയുള്ള വീഡിയോകളിൽ അതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ള വിവരങ്ങൾ നമ്മൾ നോക്കാൻ പോകുന്നതാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം AMVയിലേക്കുള്ള പാരായണം. സ്ത്രീക്കും പുരുഷനും ഒരുപോലെ അപേക്ഷ കൊടുക്കാൻ പറ്റുന്ന ഒരു യൂണിഫോം ജോബാണ് AMVI. ഇതിന് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10th പാസ് ആയിരിക്കണം. അതുപോലെ തന്നെ ഡിപ്ലോമയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗോ പാസ്സായിരിക്കണം. അതല്ലെങ്കിൽ ബിടെക്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗോ പാസ്സായവർക്കും ഇതിൽ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ITIയിൽ 2 വർഷ കോഴ്സ് കഴിഞ്ഞവർ ലാറ്റർ എൻട്രി വഴി നമുക്ക് ഡിപ്ലോമ എടുക്കാൻ സാധിക്കുന്നതാണ്. അതുവഴി ലാറ്റർ എൻട്രി കഴിഞ്ഞവർക്കും 2 വർഷം ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്കും ഈ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ 165 ഹൈറ്റ് ഉണ്ടായിരിക്കണം. വുമൺസിനാണെങ്കിൽ 152 ഹൈറ്റും ഉണ്ടായിരിക്കണം. SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 160 ഹൈറ്റും വുമൺസിനാണെങ്കിൽ 150 ഹൈറ്റും ഉണ്ടായിരിക്കണം. ഇനി ചെസ്റ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആണുങ്ങൾക്ക് മാത്രമാണ് അത് നോക്കുന്നത്. എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. 81 സെന്റിമീറ്റർ വീതി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എക്സ്പാൻഡ് ചെയ്യുന്ന ടൈമിൽ 5 സെന്റിമീറ്റർ വികസിച്ചിരിക്കണം. അതുപോലെ തന്നെ കാഴ്ചയുടെ നോക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസ് വിഷൻ 6/6 ആയിരിക്കണം. നിയർ വിഷൻ 0.5ൽ താഴെ ആവരുത്. അതുപോലെ തന്നെ കളർ ബ്ലൈൻഡ്നെസ്സോ ലൈറ്റ് ബ്ലൈൻഡ്നെസ്സോ ഉള്ള ഒരു വ്യക്തി ആവാനും പാടില്ല. ഇനി പ്രധാനമായും നമുക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം. 2-വീലും 4-ലും ലൈസൻസ് വേണം. അതുപോലെ തന്നെ ഹെവി വെഹിക്കിളിലും നമുക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം. 3 വർഷമാണ് ഹെവി വെഹിക്കിളിന്റെ ലൈസൻസിന് കാലാവധി വരുന്നത്. ഇരിപ്പുണ്ടെങ്കിൽ PSCക്ക് അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പായി അത് പുതുക്കേണ്ടതാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഏജ് ആണ്. ജനറൽ കാറ്റഗറി വരുന്ന വിദ്യാർത്ഥികൾ 21 വയസ്സ് മുതൽ 36 വയസ്സ് വരെ നമുക്ക് അപേക്ഷ സമർപ്പിക്കാം. അതുപോലെ തന്നെ OBC കാറ്റഗറി വരുന്നവർക്ക് 39 വയസ്സ് വരെയും അപേക്ഷ സമർപ്പിക്കാം. SC/ST കാറ്റഗറി ആണെങ്കിൽ 41 വയസ്സ് വരെയും നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഒറ്റ വീഡിയോയിൽ ഇതിലെല്ലാം പറഞ്ഞ് തീർക്കാം. അന്നേരം ഒരുപാട് ഡ്യൂറേഷനും ആവും, കേൾക്കുന്നവർക്ക് ഒരു തൃപ്തി ഉണ്ടാവത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയില് സിലബസുകളെ കുറിച്ച് നോക്കാം.